എടുക്കടാ, എന്നിട്ട് ഇവരെയൊക്കെ ഒന്ന് കാണിക്കും. ജസ്റ്റ് പാറ കാണിക്കാനല്ലേ പറയണത്. താഴോട്ട് ഇറങ്ങി വാ. അത് ഈ ബാഗും കുടയും എല്ലാം കാണിച്ച് തിരിച്ച് നമ്മളിലോട്ട് വാ. നേരെ ആവോ? നീ ഇവിടെ ഇരിക്കേ, കുറച്ച് അവിടെ ആയിട്ടിരിക്കുക. അപ്പോൾ ഞാൻ കുറച്ച് ഡയലോഗ് കാച്ചുന്നുണ്ട്. നീ അവിടെ ഇരിക്കും. നമ്മുടെ തിരുമോന്ത വ്യക്തമായിട്ട് കാണുന്നുണ്ടല്ലോ. നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. കറുത്ത മാനസം എന്നുള്ള ചിത്രത്തിൻ്റെ ചിത്രീകരണത്തിൻ്റെ രണ്ടാമത്തെ ദിവസമാണിത്. നമ്മുടെ ക്യാമറമാൻ പ്രവീൺ ഏഴിക്കരയുണ്ട്, അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റ് ഭാരതുണ്ട്, പിന്നെ നമ്മുടെ കഥാനായകനുണ്ട്. വെളുപ്പിനെ 5:15 മണിക്ക് കഴിച്ച് രാത്രി കിടന്നപ്പോൾ തന്നെ 1:30 മണിയായി. അതിൻ്റെ ഇടയ്ക്ക് ഫോണിൽ ചെറിയ റിപ്പയർ, അതെല്ലാം കഴിഞ്ഞ് വന്ന് കിടന്നപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ അഭിനയിച്ച വിഷ്ണു എന്ന് പറയുന്ന പയ്യന് നല്ല പനി. പിന്നെ അപ്പോൾ എനിക്ക് ഉറങ്ങാൻ കഴിയില്ല. പിന്നെ ഇതിൽ അഭിനയിക്കുന്ന വേറൊരു ആർട്ടിസ്റ്റുണ്ട്, സുമിത് രാഘവ് എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹത്തിന് 2-3 പ്രോഗ്രാമും സീരിയലിൻ്റെ വർക്കും ഒക്കെയാണ്. അദ്ദേഹം രാത്രി 12 മണിക്കേ വരുള്ളൂ. അപ്പോൾ രാവിലെ ഞങ്ങൾ സൈറ്റിൽ വന്ന് ഷൂട്ടിൻ്റെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് കുറേ ഷോർട്സുകളൊക്കെ എടുക്കണം. പിന്നെ നമ്മുടെ കഥാനായകൻ അവിടെ ഇരിപ്പുണ്ട്. ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഥാനായകൻ നമ്മളെ ഇങ്ങോട്ട് 2 പറയും. അപ്പോൾ കഥാനായകനെ പഠിപ്പിച്ചെടുക്കുക എന്ന് പറയുന്നത് ചില്ലറ പാടൊന്നുമല്ല. ഈ മോഹിനിയാട്ടം കളിക്കുമ്പോൾ ആദ്യത്തെ നമ്മൾ സ്റ്റെപ്പ് വയ്ക്കുമല്ലോ, അതുപോലെയാണ് നമ്മുടെ കഥാനായകൻ. അപ്പോൾ നായകനെ സ്ക്രിപ്റ്റൊക്കെ പഠിപ്പിച്ച് ഡയലോഗ്സൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിച്ച് ഇവിടെ കൊണ്ടുവന്നിരുത്തിട്ട് അവനെ നമ്മുടെ നായകനൊന്ന് കാണിക്കൂ. പ്രശസ്ത ചിത്രകാരൻ വിശ്വൻ വരാന്തരപ്പള്ളി രാവിലെ ദോശയൊക്കെ അടിച്ചിട്ടിരിക്കുകയാണ്. ഇനി ഉച്ചയ്ക്ക് 1 മണിക്കാണ് ലഞ്ച്. ഇങ്ങനെയൊക്കെയുള്ളൊരു വീഡിയോ ഇടുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം സംശയിക്കാൻ വേണ്ട പബ്ലിസിറ്റി തന്നെയാണ്. ഒരു ക്രിയേഷൻ എന്ന് പറയുമ്പോൾ അതിന് അനുഭവിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ മറ്റുള്ളവർ മനസ്സിലാക്കണം. ഇതുകൊണ്ട് എന്താണ് നമുക്ക് പ്രയോജനം എന്ന് ചോദിച്ചാൽ, കാലം ഒത്തിരി കഴിയും, കാലം ഒത്തിരി കടന്നു പോകും. അപ്പോൾ അന്ന് നമ്മുടെ പിന്നാമ്പുറ അനുഭവങ്ങൾ, അവിടെ നടക്കുന്ന പ്രശ്നങ്ങൾ, അതെങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് എല്ലാം സഹൃദയരും കലാ ആസ്വാദകരും കലാകാരന്മാരും കലാകാരികളും സംവിധായകരും ഒക്കെ മനസ്സിലാക്കുമ്പോൾ അതൊരു പ്രത്യേക സംതൃപ്തിയാണ് നമുക്ക് കിട്ടുന്നത്. ഇന്ന് കഴിഞ്ഞാൽ നാളെ കൂടെ ആണ് എൻ്റെ ഷൂട്ട് വെച്ചിരിക്കുന്നത്. നല്ല സഹകരണ ബോധവും നല്ല അർപ്പണബോധവുമുള്ള നമ്മുടെ ക്യാമറാമാൻ പ്രവീൺ. പിന്നെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ പറയും. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളും വേറെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളും തമ്മിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ ഫ്രെയിംസിൻ്റെ കാര്യത്തിൽ അങ്ങനെ പല കാര്യങ്ങളിലും പല അഭിപ്രായ ഭിന്നതകൾ കാണും. എങ്കിലും വ്യക്തിപരമായി നമ്മളെല്ലാം ഒന്നാണ്. പക്ഷേ സൃഷ്ടിയിലേക്ക് കിടക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്തായാലും രണ്ടാമത്തെ ദിവസമായി ഇന്ന് ശനിയാഴ്ച അടുത്ത ഷൂട്ടിനുള്ള തയ്യാറെടുപ്പിലാണ്. ഇന്ന് അത്ര ടെൻഷനൊന്നുമില്ല. ഇന്നലെ ഇട്ടിരുന്ന 2 ഷർട്ട് വേർത്ത് കുളിച്ച് ഊരി വയ്ക്കുകയായിരുന്നു. കാരണം തുടക്ക ദിവസം തന്നെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യുകയാണ്. അതിൽ അഭിനയിക്കുന്ന കുട്ടി ശിവനന്ദ എന്നുള്ള കുഞ്ഞ് കണ്ണൂരിൽ നിന്നാണ് ഇവിടെ വന്നത്. ഇന്നലെ വൈകുന്നേരം ഇത് കഴിഞ്ഞ് അവർ മടങ്ങിപ്പോയി. രാവിലെ എൻ്റെ ടൈറ്റിൽ സോങ് ഉണ്ട്, ആ സോങ്ങിൻ്റെ കുറച്ച് വിഷ്വൽസ് എല്ലാം എടുത്തു. അപ്പോൾ ഇന്നലെ ഉണ്ടായ പോലെ അത്ര ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ ഇന്ന് കുറേയധികം റിലാക്സ്ഡാണ്. എന്തായാലും നിങ്ങളെല്ലാവരും കാണുക, വിലയിരുത്തുക. നല്ലതായാലും മോശമായാലും നിങ്ങളുടെ കമൻസ് രേഖപ്പെടുത്തുക. ഇവിടെ നിർത്തേണ്ട എൻ്റെ വാക്കുകൾ. നന്ദി, നമസ്കാരം, പിന്നെ കാണാം.